ഫ്രണ്ട്സ്, വെൽക്കം ടു സിമിഡിയുടെ ഓൺലൈൻ അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കുന്നത് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ആണ്. അപ്പോൾ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ആ പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ. നമ്മൾ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ചില റിയാക്ഷൻസും കൂടിയിട്ട് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ചില എഫക്ട്സും കൂടിയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് എന്ന് പറയുന്നുണ്ട്. ദീസ് ആർ ഫൗണ്ട് ടു ബി ദ അൺഡിസൈറബിൾ ഓർ അൺഇൻറ്റൻഡഡ് റിയാക്ഷൻസ് ദാറ്റ് occur when we administer a drug. Okay, so ഇത് എന്തൊക്കെയാണ് റീസൺസ് ഫോർ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ അതെന്തൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എറർ. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എറർ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു പ്രിസ്ക്രൈബർ ഒരു പേഷ്യന്റിന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഹൈലി പൊട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെറിയ ഡോസ് മതിയാവും അല്ലേ. പക്ഷെ ചിലപ്പോൾ ഹൈ ഡോസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ പേഷ്യന്റിന്റെ ടോക്സിക് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. സോ അപ്പോൾ അതൊരു റീസൺ ആണ്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ പേഷ്യൻസിന്റെ സൈഡിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ അവർ ഓവർ ഡോസ് ആയിട്ടൊക്കെ ഡ്രഗ്സ് എടുക്കുമ്പോൾ അതുപോലെ ഉണ്ടാവുന്ന റിയാക്ഷൻസ്, ഇങ്ങനെയൊക്കെ നമുക്ക് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാവാം. ഇനി നെക്സ്റ്റ് വരുന്നത് ഫെയിലിയർ ടു സെറ്റ് തെറാപ്യൂട്ടിക് എൻഡ് പോയിന്റ്. അതായത് എസ്പെഷ്യലി നമ്മുടെ ഈ നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഡ്രഗ്സ്, ഇപ്പോൾ തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് ഒക്കെ എസെൻഷ്യൽ ആയ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ അത് ഹൈലി ആ ഒരു ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. പെട്ടെന്ന് തന്നെ ടോക്സിക്കിലേക്കൊക്കെ പോകാം. അപ്പോൾ അങ്ങനെയുള്ള കേസസും ഒക്കെ നമുക്ക് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസിലേക്ക് ലീഡ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് സഡൻ വിഡ്രോയൽ ഓഫ് ദ ഡ്രഗ്. അതായത് നമുക്കിപ്പോൾ സ്റ്റീറോയിഡ്സ് ഡ്രഗ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഡ്രഗ്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റാം, വിഡ്രോയൽ റിയാക്ഷൻസ് ഉണ്ടാവാം. ഇനി നെക്സ്റ്റ് ബയോ അവൈലബിലിറ്റി ഡിഫറൻസ്. അതായത് നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു ഡ്രഗിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ തന്നെ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർ യൂസ് ചെയ്തിരിക്കുന്ന എക്സിപ്പിയൻസും ഡൈലിവൻസും ഒക്കെ കാരണം ബയോ അവൈലബിലിറ്റി ഡിഫറൻസ് ഉണ്ടാവാം. സോ അപ്പോൾ അതനുസരിച്ചിട്ടും എന്ത് ചെയ്യാം, ചിലർക്ക് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസിലേക്ക് ഉണ്ടാവാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പേഷ്യന്റ് ഫാക്ടേഴ്സ്. പേഷ്യന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പേഷ്യന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അതായത് ഇപ്പോൾ ചില പേഷ്യൻസിന് ജന്മനാ തന്നെ ചില എൻസൈംസ് ഒക്കെ കുറവായിരിക്കാം. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് എടുത്തു കഴിയുമ്പോൾ അതുമായിട്ടുള്ള എഫക്ട്സ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. ചിലപ്പോൾ മെറ്റബിളൈസ് ചെയ്യാനുള്ള എൻസൈം ആ പേഷ്യന്റിന് കുറവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ടോക്സിക് എഫക്ട് ഉണ്ടാവും. ചിലപ്പോൾ അത് പെട്ടെന്ന് മെറ്റബിളൈസ് ചെയ്തു പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ആ പേഷ്യന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ചിലർക്ക് റീനൽ ഡിസീസസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ റീനൽ എലിമിനേഷൻ വഴി കൊടുക്കുന്ന ഡ്രഗ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസിലേക്ക് പോകാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഡ്രഗ് ഇന്ററാക്ഷൻസ്. ഡ്രഗ് ഇന്ററാക്ഷൻസ് ആകുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ ഡോസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡ്രഗ് റെജിമെൻ അണ്ടർഗോ ചെയ്യുന്ന ഡ്രഗ്സിനാണ് മെയിൻലി അത് വരുന്നത്. ദാറ്റ് ഇസ് ഒന്നിൽ കൂടുതൽ ഡ്രഗ്സ് എടുക്കുന്ന പേഷ്യൻസിന് നമുക്കറിയാം ചില ഡ്രഗ്സ് തമ്മിൽ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്ര സമയം ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസിന് മെയിൻ ആയിട്ട് പറയുന്ന റീസൺസ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് MCQ ലെവലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ADR അഥവാ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസിന്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് റോളിൻസ് തോംസൺ ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, എന്താണ് റോളിൻസ് തോംസൺ ക്ലാസിഫിക്കേഷൻ? അപ്പൊ ഈ റോളിൻസ് തോംസൺ ക്ലാസിഫിക്കേഷൻ പ്രകാരം ഇങ്ങനെ ഉണ്ടാവുന്ന അഡ്വേഴ്സ് എഫക്ട്സിനെ രണ്ട് രീതിക്കാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ടൈപ്പ് എയും ടൈപ്പ് ബിയും. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇത് പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഡീപ്പിലേക്ക് പോകുന്നില്ല. സൈഡ് എഫക്ട് എന്താണ്, ടോക്സിക് എഫക്ട് എന്താണ്, ടോളറൻസ്, ഇൻടോളറൻസ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ബേസിക് ആയിട്ട് ഫാർമക്കോളജിയിൽ പഠിച്ചതാണ്. അപ്പോൾ ഇത് ADRന്റെ ക്ലാസിഫിക്കേഷൻ മാത്രം ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഇനി ADRന്റെ ക്ലാസിഫിക്കേഷൻ അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു, റോളിൻ തോംസൺ ക്ലാസിഫിക്കേഷൻ പ്രകാരം ടൈപ്പ് എയും ടൈപ്പ് ബിയും ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ടൈപ്പ് എ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഓഗ്മെന്റഡ് റിയാക്ഷൻസ് ആണ്. ഓഗ്മെന്റഡ് റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ആ ഡ്രഗിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത് അല്ലെ. ഫാർമക്കോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഡ്രഗിനെ മാത്രമായിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഇന്ന ഡ്രഗ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന എഫക്ട് ഉണ്ടാവും, അതിന്റെ സൈഡ് എഫക്ട് ഇതാണ്, അല്ലെങ്കിൽ അതിന്റെ ടോക്സിക് എഫക്ട് ഹൈഡോസ് ആകുമ്പോൾ എഫക്ട് മറ്റതാണ് എന്നൊക്കെ ഉള്ള രീതിക്ക് വരുന്നതിനെയാണ് നമ്മൾ ഓഗ്മെന്റഡ് റിയാക്ഷൻസ് അഥവാ ടൈപ്പ് എ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ് അല്ലെ, നമുക്ക് അറിയാം. ഓക്കെ, ഇറ്റ്സ് ഫൗണ്ട് ടു ബി പ്രെഡിക്റ്റബിൾ. ഓക്കെ, അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ റെമഡി വരുന്നത്, ഡോസ് അഡ്ജസ്റ്റ്മെന്റ്. സോ ദിസ് ഇസ് ഫൗണ്ട് ടു ബി ടൈപ്പ് എ. ഫോർ എക്സാമ്പിൾ ഇസ് ദ കേസ് വിത്ത് റിഗാർഡ് ടു സൈഡ് എഫക്ട്സ്, ടോക്സിക് എഫക്ട്സ് എക്സെട്ര. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ആന്റി കോയാഗുലൻസ് എടുക്കുമ്പോൾ ബ്ലീഡിങ് അതിന്റെ സൈഡ് എഫക്ട് ആയിട്ട് ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാസോസിനൊക്കെ എടുക്കുമ്പോഴത്തേക്ക് എന്താണ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ. അപ്പൊ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എഫക്ട്സ് എന്ത് ടൈപ്പിലാണ് വരുന്നത്, ടൈപ്പ് എ അഥവാ ഓഗ്മെന്റഡ് റിയാക്ഷൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ്
ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ടൈപ്പ് ബി അഥവാ ബിസാറെ റിയാക്ഷൻ. സോ ടൈപ്പ് ബി അഥവാ ബിസാറെ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി വാട്ട് പേഷ്യന്റ് ഡിപ്പെൻഡന്റ് ആണ് അല്ലെ, അഥവാ ഇൻഡിവിജ്വൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. അതായത് എല്ലാവർക്കും സംഭവിക്കില്ല, പക്ഷെ ചിലർക്ക് അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഫൗണ്ട് ടു ബി വാട്ട് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പേഷ്യന്റ് ഡിപ്പെൻഡന്റ് ആണ്. അതിനെയാണ് നമ്മൾ ടൈപ്പ് ബി അഥവാ ബിസാറെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് പ്രഡിക്റ്റബിൾ അല്ല അല്ലെ, ചിലർക്ക് ചിലപ്പോൾ മെഡിസിന്റെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടാവുന്നു. സോ ദാറ്റ് ഈസ് ഫൗണ്ട് ടു ബി അനാഫിലാക്സിസ്. സോ അപ്പോൾ അത് എന്താണ്, നമുക്ക് predictable അല്ല. അപ്പോൾ അതാണ് നമുക്ക് ടൈപ്പ് ബി റിയാക്ഷൻസ് വരുന്നത്. ഇറ്റ്സ് നോൺ predictable, ഇറ്റ്സ് പെക്യൂലിയർ ടു ദാറ്റ് പേഷ്യന്റ്. ഓക്കെ, നോൺ ഡോസ് ഡിപ്പെൻഡന്റ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് റെമഡി എന്താ, അല്ലെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യാം? ആ പേഷ്യന്റിന് ആ ഡ്രഗ് കൊടുക്കാതിരിക്കുക, അത്രയും നമുക്ക് വഴിയായിട്ടുള്ളൂ അല്ലെ, വിത്ഡ്രോയൽ ഓഫ് ദ ഡ്രഗ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അതിന് എക്സാമ്പിൾ ഓർക്കുക കേട്ടോ. ഇഡിയോസിൻക്രസിയും ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് അഥവാ അലർജിക് റിയാക്ഷൻസും ഒക്കെ നമുക്ക് ടൈപ്പ് ബി റിയാക്ഷൻസ് ആണ് അല്ലെ, കാരണം അത് ആ പേഷ്യന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്, അയാൾക്കത് സംഭവിക്കുന്നു. ഓക്കെ, സോ അപ്പോൾ അതാണ് അതിന്റെ കേസ് വരുന്നത്. ഇഡിയോസിൻക്രസി, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഒക്കെ ഏത് ടൈപ്പ് റിയാക്ഷൻസ് ആണ്? ടൈപ്പ് ബി റിയാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റിയാക്ഷൻസ് അല്ലെങ്കിൽ ഈ രണ്ട് ടൈപ്പാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് വരുന്നത് ഈ ഒരു ടൈപ്പിൽ നിന്നിട്ട് അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, അതായത് ടൈപ്പ് സി ഡി ഇ എഫ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് എക്സ്റ്റെൻഡഡ് റോളിൻസ് തോംസൺ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റ്റെൻഡഡ് റോളിൻസ് തോംസൺ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അതിൽ വരുന്നത് ടൈപ്പ് എയും ബിയും കൂടാതെ ടൈപ്പ് സി അഥവാ ക്രോണിക് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ട്. ഓക്കെ, ക്രോണിക് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടൈപ്പ്, ദാറ്റ് മീൻസ് വാട്ട് ഡോസ് ആസ് വെൽ ആസ് ടൈം റിലേറ്റഡ് ആണ്. ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എടുക്കുമ്പോൾ HPA ആക്സിസിന്റെ സപ്രഷൻ ഉണ്ടാവും. അതായത് ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അഡ്രീനൽ ഇങ്ങനെയാണല്ലോ നമുക്ക് പിന്നെ ഹോർമോണിന്റെ റിലീസിന് വേണ്ടിയിട്ട് വരുന്ന ആക്സിസ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ലോങ് ടേം ആയിട്ട് എടുക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സപ്രഷൻ ഉണ്ടാക്കും അല്ലെ, നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം വഴി എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഈ കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ കുറയുന്നുണ്ട്. സോ ദാറ്റ് ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എ ടൈപ്പ് സി റിയാക്ഷൻ. ഓക്കെ, ടൈപ്പ് സി എഫക്റ്റ് ആണ് അത് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ടൈപ്പ് ഡി. ടൈപ്പ് ഡി എന്ന് പറയുമ്പോൾ ഡിലേഡ് ആണ്. ടൈപ്പ് ഡി ദാറ്റ് ഈസ് ഡിലേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഡ്രഗ് എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ എഫക്ട് വരുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ ടെറാറ്റോജെനിസിറ്റി. ഓക്കെ, ആ കുഞ്ഞിന് അതിന്റെ അബ്നോർമാലിറ്റി വരുന്നത് പിന്നീടാണ് അല്ലെ. അപ്പോൾ ടെറാറ്റോജെനിസിറ്റി അതുപോലെ തന്നെ കാർസിനോജെനസിസ് അല്ലെ, ക്യാൻസറിന്റെ കേസ്, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ഫോർ ടൈപ്പ് ഡി റിയാക്ഷൻസ്. ഓക്കെ, ഇനി ടൈപ്പ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻഡ് ഓഫ് യൂസ്. ദാറ്റ് മീൻസ് വാട്ട് എൻഡ്, അതായത് നമ്മൾ ആ ഡോസ് എൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഡ്രഗ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന റിയാക്ഷൻസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ടൈപ്പ് ഇ റിയാക്ഷൻസ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്രോയൽ സിംറ്റംസ് കാണിക്കുന്ന ഡ്രഗ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്ലോണഡിൻ റീബൗണ്ട് ഹൈപ്പർ ടെൻഷൻ കാണിക്കും. പിന്നെ അതുപോലെ തന്നെ ഫെനിറ്റോയിൻ ഓൾ ഓഫ് എ സഡൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സീഷർ പേഷ്യന്റിന് ഉണ്ടാവും. സോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഒക്കെ നമുക്ക് എന്താണ്, ടൈപ്പ് ഇയിലാണ് വരുന്നത്. ഓക്കെ, ഇനി ടൈപ്പ് എഫ് എന്ന് പറയുമ്പോൾ എന്താണ്, എഫ് മീൻസ് വാട്ട്, ഫെയിലിയർ. ദാറ്റ് മീൻസ് വാട്ട്, നമ്മൾ എടുത്ത ഡ്രഗ് ഫെയിൽഡ് ആവുന്നു. ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓറൽ കോൺട്രസെപ്ഷൻ ഫെയിലിയർ ആണ്. നമ്മൾ ഓൾറെഡി പറയാറുണ്ട്, ഡ്രഗ് ഇൻഡ്യൂസേഴ്സ് മെറ്റബോളിക് എൻസൈം ഇൻഡ്യൂസേഴ്സ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ഓറൽ കോൺട്രസെപ്റ്റീവ്സിന്റെ മെറ്റബോളൈസ് ചെയ്ത് പോകുന്നത് വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഓറൽ കോൺട്രസെപ്ഷൻ അയാൾക്ക് ലഭിക്കില്ല. സോ അപ്പോൾ അതുകൊണ്ട് അത് ഒക്കെ എന്തിലാണ് വരുന്നത്, ടൈപ്പ് എഫ്, ദാറ്റ് ഇസ് ഫെയിലിയർ ഓഫ് യൂസ്. ഓക്കെ, സോ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് റോളിൻ തോംസൺ ക്ലാസിഫിക്കേഷൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വരുന്നത് ടൈപ്പ് എയും ടൈപ്പ് ബിയും ആണ്. പിന്നെ ഇതും കൂടി അറിയാം, ഇത് നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ടൈപ്പ് എഫ് വരെ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടിയിട്ട് ഓർത്ത് വെച്ച്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതാണ് ഡോട്ട് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞത് റോളിൻ തോംസൺ ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി അടുത്തത് ഡോട്ട് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, അതായത് ഡോസ് റിലേറ്റഡ് ടൈമിംഗ് ആൻഡ് വാട്ട് പേഷ്യന്റ് സസെപ്റ്റബിലിറ്റി റിയാക്ഷൻ ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഡോട്ട്സ് സിസ്റ്റം വേറൊന്നുമില്ല, വേറൊരു പേരിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കണം, അത്രയേ ഉള്ളൂ, വേറൊരു രീതിക്ക്. അതായത് ഈ ഡോട്ട് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രകാരം നമുക്ക് 3 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഡോസിനേക്കാളും ഹൈ ഡോസ് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന റിയാക്ഷൻസിനെ ടോക്സിക് എഫക്ട്സ് എന്ന് പറയുന്നുണ്ട്. അതങ്ങനെ തന്നെയാണ് അല്ലെ. ടോക്സിക് എഫക്ട്സ് എന്ന് പറയുന്നത് ഏരിയാസ് ദാറ്റ് occur at doses higher than the therapeutic dose. Okay, so that is found to be toxic effects. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്, നമ്മൾ എടുക്കുന്ന അതേ ഡോസിൽ, അതായത് നമ്മുടെ തെറാപ്യൂട്ടിക് ഡോസിൽ ഉണ്ടാവുന്ന സൈഡ് എഫക്ട്സ്. ഓക്കെ, അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ഡോസിൽ ഉണ്ടാവുന്ന അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്, അതിനെ പറയുന്ന പേരാണ് കൊളാട്രൽ. കൊളാട്രൽ എന്ന് പറയുമ്പോൾ എന്താണ്, സെയിം ഡോസിൽ. ഓക്കെ, സോ അപ്പം കൊളാട്രൽ എന്ന് പറയുന്ന എഫക്ട്സ് വരുന്നത്
സെയിം സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ഡോസിൽ ഉണ്ടാവുന്ന അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഹയർ സസെപ്റ്റബിലിറ്റി. അതായത് തെറാപ്യൂട്ടിക് ഡോസ് പോലും എത്തിയിട്ടില്ല, ചെറിയൊരു ഡോസിൽ പോലും ആ പേഷ്യന്റിന് ഹയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ പേഷ്യന്റ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസിന് നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്? ഹയർ സസെപ്റ്റബിലിറ്റി റിയാക്ഷൻസ് അഥവാ ഹയർ സസെപ്റ്റബിലിറ്റി എഫക്ട്സ് എന്ന് പറയും. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ദാറ്റ് ഒക്കർ അറ്റ് സബ് തെറാപ്യൂട്ടിക് ഡോസസ്. ഓക്കെ, സബ് തെറാപ്യൂട്ടിക് ഡോസസ്, അതായത് തെറാപ്യൂട്ടിക് ഡോസ് പോലും എത്തിയിട്ടില്ല, അപ്പൊ അവിടെ കാണിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഹയർ സസെപ്റ്റബിലിറ്റി റിയാക്ഷൻസ് എന്ന് പറയും. ഓക്കെ, സോ അപ്പൊ ഇങ്ങനെ നമുക്ക് മൂന്നായിട്ട് ആണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഏതൊക്കെയായിരുന്നു? ടോക്സിക് എഫക്ട്. ടോക്സിക് എഫക്ട് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഡോസിനേക്കാളും ഹൈ ഡോസ് ആണെന്നുണ്ടെങ്കിൽ ഹൈ ഡോസിൽ വരുന്ന എഫക്റ്റിൽ നമ്മൾ ടോക്സിക് എഫക്ട് എന്ന് പറയുന്നുണ്ട്. കൊളാറ്ററൽ എഫക്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് വരുന്നത് എന്താണ്? സെയിം ഡോസ്. ഓക്കെ, സെയിം ഡോസിൽ ഉണ്ടാവുന്ന എഫക്ട്സ് ആണ് കൊളാറ്ററൽ ഡോസ്, കൊളാറ്ററൽ എഫക്ട്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് എന്തായിരുന്നു? സബ് തെറാപ്യൂട്ടിക് ഡോസ്. സബ് തെറാപ്യൂട്ടിക് ഡോസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? നമുക്ക് ആവശ്യമുള്ള ഡോസ് പോലും എത്തിയിട്ടില്ല, അല്ലാതെ തന്നെ ഉണ്ടാവുന്ന റിയാക്ഷൻസിനെയാണ് ഹയർ സസെപ്റ്റബിലിറ്റി റിയാക്ഷൻസ് എന്ന് പറയുന്നത്. സബ് തെറാപ്യൂട്ടിക് ഡോസിലാണ് അത് കാണിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് 3 രീതിക്ക് ഡോട്ട് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രകാരം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ADR ആണ്. സോ അപ്പോൾ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഏജ് അല്ലേ, അതായത് യങ് ചിൽഡ്രനിലും അതുപോലെ തന്നെ ഇവിടെ വെരി ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരിലും ഒക്കെ എന്ത് ചെയ്യണം? അഡൽട്സിന്റെ പോലെ തന്നെ നമുക്ക് ഡോസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. നിയോണേറ്റ്സ് ആയിരുന്നാലും ചിൽഡ്രൻ ആയിരുന്നാലും ഒക്കെ നമുക്ക് ഡോസ് ഡിഫറെന്റ് ആണ്. പിന്നെ ഇപ്പോൾ അതിലൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമുക്ക് റീ സിൻഡ്രോം. കാരണം കുട്ടികളിൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ ഒരു കുട്ടിയിൽ നമുക്ക് സാലിസിലേറ്റ്സോ ആസ്പിരിനോ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു സിൻഡ്രോം ആണ് റീ സിൻഡ്രോം അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് അല്ലെ. ഇനി നെക്സ്റ്റ് വരുന്നത് സെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഏരിയാസ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് വിമണിലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻടോളറൻസ്. ഇൻടോളറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഹൈ ഡോസിലേക്ക് പോയാൽ മാത്രമേ എഫക്ട് കിട്ടുള്ളൂ. അപ്പൊ ഇൻടോളറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ചെറിയ ഒരു ഡോസിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ടോക്സിക് എഫക്ട്സ് ചില ആൾക്കാരിൽ ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് ഇസ് ഇൻടോളറന്റ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, സോ അപ്പോൾ അതാണ് ഇൻടോളറൻസ്. ഫോർ എക്സാമ്പിൾ ഇസ് ദ കേസ് വിത്ത് റിഗാർഡ് ടു ദ ട്രൈഫ്ലൂപെറാസിൻ. ട്രൈഫ്ലൂപെറാസിൻ ഒരു സിംഗിൾ ഡോസ് തന്നെ എന്തുണ്ടാകുന്നുണ്ടായിരിക്കും? ടാർഡിവ് ഡിസ്കൈനേഷ്യ അല്ലെങ്കിൽ മസ്കുലർ ഡിസ്റ്റോണിയ പോലെയുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ചില ആൾക്കാരിൽ. ഓക്കെ, ഇൻടോളറന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ. ഓക്കെ, സോ അപ്പോൾ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ജനറ്റിക് ഫാക്ടേഴ്സ്, ജനിതകപരമായിട്ട് അവരിലുള്ള പ്രശ്നങ്ങൾ. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇഡിയോസിൻക്രസി അല്ലെ, എല്ലാവർക്കും അത് അങ്ങനെയല്ല, പക്ഷേ ആ ആൾക്ക് അയാളിലുള്ള ജനറ്റിക് എന്താ സ്പെഷ്യാലിറ്റി കാരണം അയാൾക്ക് അങ്ങനെയാണ്. ഓക്കെ, സോ അപ്പോൾ അതാണ് ഇഡിയോസിൻക്രസി റിയാക്ഷൻസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അസറ്റിലേഷന്റെ വഴി മെറ്റബോളിസം നടക്കുന്ന ഡ്രഗ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലർ എന്ത് ചെയ്യും? പെട്ടെന്ന് അസറ്റിലേഷൻ ബോഡിയിൽ നടക്കുന്നവരുണ്ടാവും, ചിലർ സ്ലോ ആയിട്ട് നടക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് അസറ്റിലേഷൻ, ഫോർ എക്സാമ്പിൾ ഇസ് കേസ് വിത്ത് ഐസോനിയാസിൻ ബെസ്റ്റ് എക്സാമ്പിൾ ആണല്ലേ, നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. സ്ലോ അസറ്റിലേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി, ഫാസ്റ്റ് ആയിട്ട് അസറ്റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അസറ്റൈൽ പ്രോഡക്റ്റ് ഡെറിവേറ്റീവ്സ് ഉണ്ടാവുന്നത് കാരണം ഹെപ്പാറ്റിക് ടോക്സിസിറ്റി. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫിനിറ്റോയിന്റെ കേസ് ഹൈഡ്രോക്സിലേഷൻ, ഫിനിറ്റോയിന്റെ ഫാസ്റ്റ് ഹൈഡ്രോക്സിലേഷൻ വഴി ഫിനിറ്റോയിൻ സ്ലോ ഹൈഡ്രോക്സിലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫിനിറ്റോയിൻ ടോക്സിസിറ്റി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ജനിതകപരമായിട്ടാണെങ്കിൽ എൻസൈംസിന്റെ കേസ് നമ്മൾ പറഞ്ഞു. G6PD ഡെഫിഷ്യൻസി ഉണ്ടാവുന്ന പേഷ്യൻസിൽ ഹീമോളൈറ്റിക് അനീമിയ ഉണ്ടാവും അല്ലെ ചില ഡ്രഗ്സ് എടുക്കുമ്പോൾ. ഇതൊക്കെയായിരുന്നു ആ ഡ്രഗ്സ് എന്നുള്ളതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യുക. നൈട്രോഫിറൻഡോയിൻ, കിനോളോൺസ്, പ്രിമാക്വിൻ, പിന്നെ സൾഫണമൈഡ്സ് അല്ലെങ്കിൽ ഡാപ്സോൺ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹീമോളൈറ്റിക് അനീമിയ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഈ നമ്മുടെ ലൂപ്പസ് സിൻഡ്രോം ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ഉണ്ടല്ലോ, നമ്മുടെ സ്ലോ അസറ്റൈലേറ്റേഴ്സിൽ ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ശരിക്കും ഏരിയാസിൽ വരുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ഫാർമക്കോളജിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ വീണ്ടും വരുന്നത്. അപ്പൊ അതൊന്ന് റിവൈസ് ചെയ്തെടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് അഥവാ ഡ്രഗ് അലർജി. അപ്പൊ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് നമുക്ക് അറിയാം 4 ടൈപ്പാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് വരുന്നത്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 അല്ലെ. അപ്പൊ അതിൽ നമ്മൾ ഓൾറെഡി നമ്മൾ അതും പഠിച്ചതാണ്. അപ്പൊ അതൊന്ന് റീഫ്ലക്ട് ചെയ്തിട്ട് പോകാം. ടൈപ്പ് 1 ആകുമ്പോഴത്തേക്കും ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്താണ്? ഹ്യൂമറൽ മീഡിയേറ്റഡ് ആണ് അല്ലെ. ടൈപ്പ് 4 മാത്രമാണ് T സെൽ മീഡിയേറ്റഡ് ആയിട്ട് വരുന്നത്, T ലിംഫോസൈറ്റ്സ് വഴി വരുന്നത്.
ഓക്കെ, ടി സെൽ മീഡിയേറ്റഡ് ആയിട്ട് വരുന്നത് ടൈപ്പ് 4 ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ടൈപ്പ് 1 എന്ന് പറയുന്നതാണ് ഇമ്മീഡിയറ്റ് ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ് ടൈപ്പ് 1. അപ്പോൾ അതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ IgE ആന്റിബോഡീസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. IgE ആന്റിബോഡീസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഹിസ്റ്റമിൻസ് ഒക്കെ റിലീസ് ചെയ്തിട്ടാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പെട്ടെന്നുണ്ടാവുന്ന ഒരു അലർജിക് റിയാക്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് എന്താണ് ടൈപ്പ് 1 അലർജിക് റിയാക്ഷൻസ് ആണ്. IgE ആന്റിബോഡീസ് മീഡിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ റിയാക്ഷൻസ് വരുന്നത്. പിന്നെ അതിന് എക്സാമ്പിൾസ് ആസ്മ, ടിക്കേറിയ, അനാഫിലാക്സിസ്, ഇതൊക്കെ ഓർക്കുക കേട്ടോ. ഇനി ടൈപ്പ് 2 എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരുന്നു, ടൈപ്പ് 2 എന്ന് പറയുമ്പോഴത്തേക്കും ആന്റിജൻ, പിന്നെ നമ്മുടെ IgE തന്നെയാണ് വരുന്നത്. സൈറ്റോലൈറ്റിക് റിയാക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്. ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സിലൂടെ സൈറ്റോലൈറ്റിക് റിയാക്ഷൻസ് ആണ് മെയിൻലി അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ നടക്കുമ്പോൾ ഉണ്ടാവുന്ന റിയാക്ഷൻസ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഹീമോളൈസിസ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ടൈപ്പ് 3 റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ ആദർ റിയാക്ഷൻസ് ആണ്. അതായത് ആന്റിജൻ ആന്റിബോഡി അല്ലെങ്കിൽ ഇമ്മ്യൂൺ കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് കോംപ്ലിമെന്റ് ആക്ഷനിലൂടെ ഇമ്മ്യൂൺ കോംപ്ലക്സ് വഴിയിട്ടാണ് ഇതിൻ്റെ റിയാക്ഷൻ വരുന്നത്. സോ അപ്പോൾ അതാണ് ടൈപ്പ് 3 വരുന്നത്. പിന്നെ അതിന് എക്സാമ്പിൾ സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം ഒക്കെ. നെക്സ്റ്റ് ടൈപ്പ് 4ന്റെ കേസ് വരുമ്പോഴത്തേക്കും വരുന്നത് ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ് ടൈപ്പ് 4 എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തിലേക്ക് വരും, ടി സെൽസിന് മീഡിയേറ്റ് ചെയ്തിട്ടാണ്. ആ ടി സെൽസ് ആക്ടിവേഷൻ വഴി മാക്രോഫേജസിന് വഴിയിട്ടാണ് അതിന്റെ ആക്ഷൻ വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിൽ വരുന്നത് എന്തായാലും എക്സാമ്പിൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ ട്യൂബർക്കുലിന്റെ ടെസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, ഇതൊക്കെ എന്താണ് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിൻലി ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഫാക്ടേഴ്സ് റിയാക്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഡയറ്റ് ആൻഡ് ഹാബിറ്റ്. ഡയറ്റ് ആൻഡ് ഹാബിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ അല്ലേ. ചില ഫുഡ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ചിലർക്ക് റിയാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതായത് ചിലർക്ക് പെട്ടെന്ന് തന്നെ മെറ്റബോളിസം നടക്കുകയും അങ്ങനെയൊക്കെ വരാം. ചിലർക്ക് ചിലപ്പോൾ അബ്സോർപ്ഷൻ പതുക്കെ ആയിരിക്കും നടക്കുന്നത്, ചിലർക്ക് അബ്സോർപ്ഷൻ പെട്ടെന്നായിരിക്കും നടക്കുന്നത്. അപ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് നമുക്ക് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് അതനുസരിച്ചിട്ട് ചില ആൾക്കാരിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഫുഡിന്റെ എഫക്റ്റ് അതിലുണ്ടാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ ഹാബിറ്റ്, ലൈഫ് സ്റ്റൈൽ, അതായത് സ്മോക്കിങ്ങോ ആൽക്കഹോളിസോ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എൻസൈം ഇൻഡ്യൂസേഴ്സ് എഫക്റ്റീവ് ആയിരിക്കും. പൊട്ടന്റ് എൻസൈം ഇൻഡ്യൂസേഴ്സ് ആണ് ഈ സ്മോക്കിങ്, ആൽക്കഹോൾസോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഡ്രഗ്സ് പെട്ടെന്ന് തന്നെ മെറ്റബലൈസ് ചെയ്ത് പോകും. അപ്പോൾ അതുവഴി റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഫാക്ടേഴ്സ് അതിനെ ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വഴി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാരന്റൽ റൂട്ടിലായിരിക്കും നമുക്ക് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് വരാൻ കൂടുതൽ എഫക്റ്റ് അല്ലേ. കാരണം നമ്മൾ ഓൾറെഡി അത് ഡ്രഗിൽ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിനെ നമുക്ക് പിന്നെ റിമൂവ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ IVD ഒക്കെ കേസ് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം അല്ലേ, നമ്മൾ നേരെ സർക്കുലേഷനിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസസിൽ പാരന്റൽ റൂട്ടിനായിരിക്കും കൂടുതലായിട്ട് നമുക്ക് ADRs സീരിയസ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് റിഡക്ഷൻ ഓഫ് ADR. എങ്ങനെ നമുക്ക് ADR റെഡ്യൂസ് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്തായിരിക്കും, ആ പേഷ്യൻ്റ് എടുക്കുന്ന ഡ്രഗ്സിനെ പറ്റിയിട്ടുള്ള വിവരം നമുക്ക് വേണം അല്ലെ. ഡീറ്റെയിൽഡ് ഡ്രഗ് ഹിസ്റ്ററി അഥവാ മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, നോൺ ഫാർമക്കോളജിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കണം ഫസ്റ്റ് ചോയ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡയബറ്റിസ് ആയിരുന്നാലും ഹൈപ്പർ ടെൻഷൻ ആയിരുന്നാലും ആദ്യമേ അങ്ങ് മരുന്ന് തുടങ്ങത്തില്ല അല്ലെ. അവരുടെ ഫുഡ് കൺട്രോൾ ചെയ്യാനും എക്സസൈസ് ചെയ്യാനും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫാർമക്കോളജിക്കൽ അഥവാ ഡ്രഗ്സിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ നോൺ ഫാർമക്കോളജിക്കൽ മെത്തേഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കണം ഫസ്റ്റ് ചോയ്സ്. നെക്സ്റ്റ് വരുന്നത് മൾട്ടിപ്പിൾ ഡ്രഗ് റെജിമെന്റ്സ് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ഡ്രഗ്സ്, വളരെയധികം ഡ്രഗ്സ് കൂടുന്നതിനെ ഏറ്റവും കൺട്രോൾ ചെയ്ത് നമുക്ക് ഡ്രഗ്സ് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എഫക്റ്റീവ് വേ. നെക്സ്റ്റ് വരുന്നത് ജീറിയാട്രിക് പേഷ്യൻസ് ആയിരുന്നാലും നിയോണേറ്റ്സ് ആയിരുന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസസ് ഉള്ള പേഷ്യൻസ് ആയിരുന്നാലും ഒക്കെ തന്നെ എന്ത് ചെയ്യണം, ഡ്രഗ് കൊടുക്കുമ്പോൾ വളരെ പ്രത്യേകം തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാകും. കാരണം അവർക്കൊക്കെ ഈ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാലും അതിനെ നമ്മൾ മോണിറ്റർ ചെയ്യണം അല്ലെ. അതേ ഡോസ് തന്നെ പിന്നെയും എഴുതി വിടാതെ അതൊന്ന് ചെക്ക് ചെയ്ത് അത് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ടാവും. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കാം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ADR റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള എഫക്റ്റീവ് വേസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡിസീസസ് അഥവാ ഇയാട്രോജനിക് ഡിസീസസ് അഥവാ ഫിസിഷ്യൻ ഇൻഡ്യൂസ്ഡ് ഡിസീസസ്. ഓക്കെ, എന്താണത്, നമ്മളൊരു അസുഖത്തിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വഴി ഉണ്ടാവുന്ന ഡിസീസസ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ശരിക്കും പറയാനാണെന്നുണ്ടെങ്കിൽ സ്കിന്നിൽ എങ്ങനെയാണ്, ലിവറിൽ എങ്ങനെയാണ്, കിഡ്നിയിൽ എങ്ങനെയാണ്, ഈവൻ റാഷസ് പോലും നമുക്ക് എന്തായിട്ട് മാറുന്നുണ്ട്, വേറെ അസുഖങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സാമിന് സാധാരണ നമുക്ക് ചോദിച്ച് കാണുന്നത് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. പിന്നെ
നമ്മൾ ഫാർമക്കോളജിയിൽ ഓരോ സ്ഥലത്തും നമ്മൾ അത് ഡീപ്പായിട്ട് പറയുന്നുണ്ട്. ഇന്ന അഡ്വേഴ്സ് എഫക്ട്സിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ ഡിസീസസ് ഒക്കെ വരുന്നെങ്കിൽ അതങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കാറ്ററാക്ട്, റെറ്റിനോപ്പതി, ഇങ്ങനെയൊക്കെ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന കുറച്ച് ഡ്രഗ്സ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ യാട്രോജനിക് ഡിസീസ്, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡിസീസസ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ആന്റിസൈക്കോസിന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരാൾക്ക് എന്ത് വരാം? ഡോപ്പമിന്റെ ലെവല് കുറഞ്ഞിട്ട് പാർക്കിൻസോൺസും വരാം അല്ലേ. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിരുന്നു ഫീനോതാക്സിൻസും ബ്യൂട്രോഫിനോൺസും പാർക്കിൻസോൺസും. പിന്നെ അതുപോലെ തന്നെ സാലിസിലേറ്റ്സ് അല്ലെങ്കിൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഒക്കെ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് NSAIDs അല്ലെങ്കിൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഗ്യാസ്ട്രിക് ബ്ലീഡിങ് ഉണ്ടാവാം അല്ലേ. അപ്പൊ അതുവഴി എന്തിലേക്ക് പോകാം? പെപ്റ്റിക് അൾസറിലേക്ക് പോകാം. പിന്നെ അതുപോലെ തന്നെ ഐസോനിയാസിഡ് ഹെപ്പാറ്റിക് ടോക്സിസിറ്റിക് അല്ലേ, ഹെപ്പാറ്റോടോക്സിക് ആണ്. അപ്പൊ അതുകൊണ്ട് അതുവഴി കരളിന് പ്രശ്നം ഉണ്ടാക്കാം. ഇനി ഹൈഡ്രോലസീൻ, പ്രൊക്കൈനമൈഡ് പോലെ നമ്മൾ ഷിപ്പ് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സൾഫനമൈഡ്, ഹൈഡ്രോലസീൻ, പിന്നെ ഐസോനിയാസിഡ്, പ്രൊക്കൈനമൈഡ് ഒക്കെ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം? ലൂപ്പസ് സിൻഡ്രോം ഉണ്ടാക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ലിത്തിയം. ലിത്തിയം ആണെന്നുണ്ടെങ്കിൽ നെഫ്രോജനിക് ആയിട്ടുള്ള ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ പല സ്ഥലത്തും നമ്മളിങ്ങനെ ഓരോ അസുഖങ്ങളുടെ കേസ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡിസീസസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ നോക്കാനുള്ളത് ടെറാറ്റോജെനിസിറ്റി ആണ്. അപ്പൊ ടെറാറ്റോജെനിസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു ഇതെല്ലാം ഏരിയാസുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ടെറാറ്റോജെനിസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അമ്മ എടുക്കുന്നത് അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ ഒരു ലേഡി എടുക്കുന്നതിന്റെ പരിമിത ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുഞ്ഞിന് അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ടെറാറ്റോജെനിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ടെറാറ്റോജനിക് എഫക്ട്സ് ഉണ്ടാവാനുള്ളത് നമുക്ക് ശരിക്കും 3 സ്റ്റേജസിൽ കുഞ്ഞിന്റെ അല്ലെങ്കിൽ ഫീറ്റസിന്റെ 3 സ്റ്റേജസിലായിട്ടായിരുന്നു നമ്മൾ പറയുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസെപ്ഷൻ മുതൽ 17ാമത്തെ ദിവസം വരെ. ഓക്കെ, കൺസെപ്ഷൻ മുതൽ 17ാമത്തെ ദിവസം വരെ എന്ന് പറയുന്നത് ശരിക്കും ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷനും ഒക്കെ ഫീറ്റസിന് നടക്കുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് ഡ്രഗിന്റെ എഫക്ട് വരുന്നത് കൊണ്ട് ഉണ്ടാവുന്ന എന്തായിരിക്കും? ഫെയിലിയർ ഓഫ് പ്രഗ്നൻസി ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ വലിയ എന്താണ് കുഞ്ഞിന്റെ ഡിഫക്റ്റ് എന്നൊന്നും പറയാനില്ല, കാരണം അത് ഫോം ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പൊ അതിനെ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഫെയിലിയർ ഓഫ് പ്രഗ്നൻസി ആയിരിക്കും അവിടെ നടക്കുക. ഓക്കെ, 17 ദിവസം. പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് 18ാമത്തെ ദിവസം മുതൽ 55ാമത്തെ ദിവസം വരെ കുഞ്ഞിന് ഫീറ്റസിൽ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്, ഓർഗനോജെനിസിസ് സമയമാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ എടുക്കുന്ന ഡ്രഗ്സിന്റെ ഇപ്പൊ കുഞ്ഞിനെ ബാധിക്കുന്ന ഡ്രഗ്സ് ആണ് അല്ലെങ്കിൽ ടെറാറ്റോജനിക് ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഓർഗൻ തന്നെ ചിലപ്പം ഫോം ചെയ്യാതിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഡിഫക്റ്റ് ഉണ്ടാവും ഈ ഓർഗനോജെനിസിസ് ടൈമായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ്. അതായത് 56ാമത്തെ ദിവസം മുതൽ ഒരു ജസ്റ്റേഷന്റെ പീരീഡ് വരെ, അതായത് കംപ്ലീറ്റ് ജസ്റ്റേഷന്റെ പീരീഡ് വരെ ആ ഫീറ്റസിന് എന്താണ് ചെയ്യുന്നത്? ഓർഗൻസ് ഡെവലപ്പ് ചെയ്തു, ഈ ഓർഗൻസ് ഫോം ചെയ്തു, ഈ ഓർഗൻസ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിട്ടാർഡേഷൻ സംഭവിക്കാം. അപ്പൊ ഇങ്ങനെ കുഞ്ഞിന്റെ ആ ഒരു ഓർഗൻസ് ചിലപ്പോൾ എന്തെങ്കിലും ഡിഫോമിറ്റീസ് ആയിരിക്കും ഓർഗൻസിൽ ഉണ്ടാവുക. അപ്പൊ അത് ഒക്കെ ഇങ്ങനെ നമുക്ക് 3 സ്റ്റേജിലായിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ഡ്രഗിന്റെ എഫക്റ്റ് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ടെറാറ്റോജെനിസിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡ്രഗ്സ് ഏതൊക്കെയാണ്, ടെറാറ്റോജനിക് എഫക്ട്സ് എന്തൊക്കെയാണ്. ഓക്കെ, സോ അപ്പോൾ ഡ്രഗ്സ് ടെറാറ്റോജനിക് ആയിട്ടുള്ള ഡ്രഗ്സിന്റെ എഫക്റ്റ് ആണ് നമ്മൾ ഇനിയിപ്പോൾ നോക്കാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്കറിയാം താലിഡോമൈഡ് അല്ലെ. താലിഡോമൈഡ് ഫൊക്കോമീലിയ, കുഞ്ഞിന് ആ ലിംബൊന്നും ഇല്ലാതെ ജനിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അല്ലെ, അതൊരു വലിയ ട്രാജഡി ആയിരുന്നു. അപ്പോൾ ഫൊക്കോമീലിയ, താലിഡോമൈഡ്. ഓക്കെ, ഫൊക്കോമീലിയ, താലിഡോമൈഡ്. ഇനി നെക്സ്റ്റ് വരുന്നത് ആന്റി ക്യാൻസർ ഡ്രഗ്സ്. ആന്റി ക്യാൻസർ ഡ്രഗ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മെത്തോട്രിക്സേറ്റ് ഒക്കെ നമുക്കറിയാം എഫക്ട് കൂടുതലാണ്. അപ്പോൾ ആന്റി ക്യാൻസർ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഡിഫക്റ്റ് കുഞ്ഞിനുണ്ടാവും. ആന്റി ക്യാൻസർ ഡ്രഗ്സ് മൾട്ടിപ്പിൾ ഡിഫക്ട്സ്, ഫീറ്റൽ ഡെത്ത് വരെ ഉണ്ടാവാം കുഞ്ഞിന്. ഓക്കെ, ക്ലെഫ്റ്റ് പാലേറ്റും ഒക്കെ ഉണ്ടാവാം. ഇനി നെക്സ്റ്റ് വരുന്നത് ആൻഡ്രോജൻസും പ്രൊജസ്റ്റൻസും. ആൻഡ്രോജൻസും പ്രൊജസ്റ്റൻസും എടുക്കുമ്പോൾ കുഞ്ഞിന് എന്തുണ്ടാവും? വിറലൈസേഷൻ ഉണ്ടാവും. അതായത് ഫീമെയിൽ ഫീറ്റസ് ആണെന്നുണ്ടെങ്കിൽ മെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതലായിരിക്കും. അപ്പോൾ വിറലൈസേഷൻ ഉണ്ടാവും ആൻഡ്രോജൻസും പ്രൊജസ്റ്റൻസും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സ്റ്റിൽബസ്ട്രോൾ. സ്റ്റിൽബസ്ട്രോൾ എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതൊരു ഫീമെയിൽ ഓഫ്സ്പ്രിങ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ആ കുഞ്ഞ് ജനിച്ച് അതിന്റെ ടീനേജ് സമയമാകുമ്പോൾ അതിന് വജൈനൽ കാർസിനോമ ഉണ്ടാവും. ഓക്കെ, സ്റ്റിൽബസ്ട്രോൾ യൂസ് ചെയ്യുമ്പോൾ എന്തായിരുന്നു? സ്റ്റിൽബസ്ട്രോൾ യൂസ് ചെയ്യുമ്പോൾ പെൺകുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ടീനേജ് ഏജ് ആകുമ്പോഴത്തേക്കും എന്ത് പറ്റും? വജൈനൽ കാർസിനോമ ആ കുട്ടിക്ക് ഉണ്ടാവാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ടെട്രാസൈക്ലിൻസ്. ടെട്രാസൈക്ലിൻസ് കോമൺലി നമ്മൾ കാണുന്ന MCQ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഡിസ്കളറേഷൻ ഓഫ് ടീത്തും റിട്ടാർഡഡ് ഗ്രോത്തും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വാർഫാരിൻ. വാർഫാരിന്റെ കേസ് വരുമ്പോൾ നമുക്കറിയാം കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. എന്തുകൊണ്ടാണ്? കുഞ്ഞിന് ചിലപ്പോൾ മുഖത്ത് തന്നെ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഡിപ്രസ്ഡ് നോസ്, പിന്നെ അതുപോലെ തന്നെ ഹാൻഡും ലെഗും ഒക്കെ ഡിഫക്ട്സ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ റിട്ടാർഡഡ് ഗ്രോത്ത്. ഓക്കെ, സോ അപ്പൊ അതാണ് വാർഫാരിൻ. ഓക്കെ,
നെക്സ്റ്റ് ഫെനിറ്റോയിന്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ക്ലെഫ്റ്റ് പാലേറ്റ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഹൈപ്പോപ്ലാസ്റ്റിക് ഫലാഞ്ചസ്, ക്ലെഫ്റ്റ് പാലേറ്റ്, മൈക്രോസെഫാലി ഇതൊക്കെയാണ് നമ്മുടെ ഫെനിറ്റോയിന്റെ ഡിഫക്ട്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഫീനോബാർബിറ്റോൺ ആണെന്നുണ്ടെങ്കിൽ മാൾഫോർമേഷൻസ് ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് വരുന്നത് കാർബോമസപ്പിനും വാൽപ്രോയേറ്റും. കാർബോമസപ്പിനും വാൽപ്രോയേറ്റും എന്തുണ്ടാക്കും? ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഉണ്ടാക്കും അല്ലെ. കാർബോമസപ്പിനും വാൽപ്രോയേറ്റും ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഉണ്ടാക്കും. അപ്പൊ അതിന് മറ്റൊരു കേസ് വാൽപ്രോയേറ്റിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സ്പിന ബൈഫിഡ. ഓക്കെ, സ്പിന ബൈഫിഡ വാൽപ്രോയേറ്റ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ആൽക്കഹോൾ ആണെങ്കിലോ, ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോൾ അമ്മ അധികം കൺസപ്ഷൻ ആൽക്കഹോളിന് എക്സ്പോഷർ വരുവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് IQ ലെവല് കുറവായിരിക്കും. ഓക്കെ, സോ അപ്പം മെന്റൽ റിട്ടാർഡേഷൻ ഒക്കെ കുഞ്ഞിനുണ്ടാവും. ഓക്കെ, IQ ലെവല് കുറവായിരിക്കും, ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാവും, ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് AC ഇൻഹിബിറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുവാണ് പ്രഗ്നൻസിയിലെങ്കിൽ കുഞ്ഞിനെ ബാധിക്കുന്നത് എന്തൊക്കെയായിരിക്കും? AC ഇൻഹിബിറ്റേഴ്സ് എടുക്കുമ്പോൾ ഓർഗൻസിന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കും. ഹൈപ്പോപ്ലാഷ്യ ഓഫ് ഓർഗൻസ്, അതുപോലെ തന്നെ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഒക്കെ ഉണ്ടാവും AC ഇൻഹിബിറ്റേഴ്സ് എടുക്കുമ്പോൾ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ലിഥിയത്തിന്റെ കേസ് വരുമ്പോഴത്തേക്കാണെങ്കിൽ ലിഥിയവും അതുപോലെ തന്നെ നമ്മുടെ ആന്റി തൈറോയിഡ് ഡ്രഗ്സും എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഫീറ്റൽ ഗോയിറ്റർ ഉണ്ടാക്കും. കുഞ്ഞിന് ഗോയിറ്റർ ഉണ്ടാക്കും. ആന്റി തൈറോയിഡ് ഡ്രഗ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ ഹൈപ്പോ തൈറോയിഡിസത്തിലേക്ക് പോകാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇൻഡോമെഥാസിൻ അഥവാ ആസ്പിരിൻ. അപ്പോൾ NSAIDs നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? പ്രിമച്വർ ക്ലോഷർ ഓഫ് ഡക്ടസ് ആർട്ടീരിയോസിസ് അല്ലെ. പ്രിമച്വർ ക്ലോഷർ ഓഫ് ഡക്ടസ് ആർട്ടീരിയോസിസ് സംഭവിക്കും ഇൻഡോമെഥാസിൻ അഥവാ ആസ്പിരിൻ അല്ലെങ്കിൽ NSAIDs. ഓക്കെ, അപ്പൊ ആസ്പിരിനൊക്കെ ലോ ഡോസിന്റെ കേസല്ല, സാധാരണ ഉപയോഗിക്കുന്നതിന്റെ കേസല്ല, അല്ലാതെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ തന്നെ നമുക്ക് ട്രൈമസ്റ്റർ അനുസരിച്ചിട്ടും വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും ഡീപ്പ് വേണ്ട. ഇപ്പൊ നമുക്ക് ടെറാറ്റോജനിക് എഫക്ട്സ് എന്താണ് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതിയാ. നെക്സ്റ്റ് വരുന്നത് ഐസോട്രെറ്റിനോയിൻ. ഐസോട്രെറ്റിനോയിൻ എന്ന് പറയുമ്പോഴത്തേക്കും CNS ഡിഫക്ട്സ് കുഞ്ഞിനുണ്ടാവും, ഹാർട്ട് ഡിഫക്ട്സ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഐസോട്രെറ്റിനോയിൻ മൂലം ഉണ്ടാവുന്ന ഡിഫക്ട്സ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹ്യൂമൻ ടെറാറ്റോജനിക് ഡ്രഗ്സ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഡ്രഗ്സ്. അപ്പൊ എന്തൊക്കെയായിരുന്നു ഒന്നുകൂടി നമുക്കൊന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് വൺ ഏതായിരുന്നു? താലിഡോമൈഡ് അല്ലെ. അപ്പൊ താലിഡോമൈഡ് എന്തായിരുന്നു? ഫൊക്കോമീലിയ. ഓക്കെ, താലിഡോമൈഡ്, ഫൊക്കോമീലിയ. ഇനി ആന്റി ക്യാൻസർ ഡ്രഗ്സിന്റെ കേസ് വരുമ്പോൾ അതിൽ എന്തായിരുന്നു? മൾട്ടിപ്പിൾ ട്യൂബ് ഡിഫക്ട്സ്. ഫൊക്കോമീലിയയും ട്യൂബ് ഡിഫക്ട്സ്, മൾട്ടിപ്പിൾ ട്യൂബ് ഡിഫക്ട്സും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആന്റി ക്യാൻസർ ഡ്രഗ്സിന്റെ കേസ് വരുമ്പോൾ എന്തായിരുന്നു? മൾട്ടിപ്പിൾ ഡിഫക്ട്സ് അല്ലെ, ഓർഗൻ ഡിഫക്ട്സ് ഉണ്ടാക്കും എന്നുള്ളത് പറഞ്ഞു. സോ മൾട്ടിപ്പിൾ ഡിഫക്ട്സ്, ഫീറ്റൽ ഡെത്ത്, ക്ലെഫ്റ്റ് പാലേറ്റ് ഒക്കെ ഉണ്ടാവാം. നെക്സ്റ്റ് വരുന്നത് ആൻഡ്രോജൻസും പ്രൊജസ്റ്റൻസിന്റെയും കേസ് പറഞ്ഞപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? വെറിലൈസേഷൻ അല്ലെ. ആ ഫീമെയിൽ ഫീറ്റസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെറിലൈസേഷൻ ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ കാർഡിയ ഡിഫക്ട്സ് ഒക്കെ ആൻഡ്രോജൻ ഉണ്ടാക്കും. നെക്സ്റ്റ് വരുന്നത് സ്റ്റിൽബസ്റ്റോൺ. സ്റ്റിൽബസ്റ്റോണിന്റെ കേസ് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? കുഞ്ഞ് പെൺകുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ടീനേജില് വജൈനൽ കാർസിനോമ. നെക്സ്റ്റ് വന്നത് ടെട്രാസൈക്ലിൻസ് ആണെന്നുണ്ടെങ്കിൽ ബോൺ ഡിസ്കളറേഷൻ ഓഫ് ടീത്തും ബോണിന്റെ റിട്ടാർഡഡ് ഗ്രോത്തും. നെക്സ്റ്റ് വരുന്നത് വാർഫാറിന്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്കും വാർഫാറിന് എന്ത് പറഞ്ഞു? ഡിപ്രസ്ഡ് ആയിട്ടുള്ള നോസ്, അതുപോലെ തന്നെ ഐയിലും ഹാൻഡിലും ഒക്കെ ഡിഫക്ട്സ് ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് എന്താണ്? കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഫെനിറ്റോയിൻ. ഫെനിറ്റോയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫെനിറ്റോയിൻ ഹൈഡ്രോയിൻ സിൻഡ്രോം ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫെനിറ്റോയിൻ എന്തായിരുന്നു? ക്ലെഫ്റ്റ് പാലേറ്റ് ഇതൊക്കെ ഉണ്ടാക്കുന്നു പറഞ്ഞു അല്ലെ. ഹൈപ്പോപ്ലാസ്റ്റിക് ഓർഗൻ, ക്ലെഫ്റ്റ് പാലേറ്റ് ഒക്കെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഹൈപ്പോപ്ലാസ്റ്റിക് ഫലാഞ്ചസ്, ക്ലെഫ്റ്റ് പാലേറ്റ് ഇതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞു. ഫീറ്റൽ ഹൈഡ്രോയിഡ് സിൻഡ്രോം ആണ് എന്നുള്ളത് പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് കാർബോസപ്പിനും വാൽപ്രോയേറ്റും. കാർബോസപ്പിനും വാൽപ്രോയേറ്റും ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, കാർബോസപ്പിനും വാൽപ്രോയേറ്റും ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഉണ്ടാക്കും. അതിൽ സ്പിന ബൈഫിഡ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് ചോദിക്കാറുള്ളതാണ് വാൽപ്രോയേറ്റിന്റെ കേസ്. ഓക്കെ, നെക്സ്റ്റ് വന്ന് ആൽക്കഹോളിസം ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ലോ IQ ആയിരിക്കും കുഞ്ഞിന് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ റീറ്റാർഡഡ് ഗ്രോത്ത് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് AC ഇൻഹിബിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ AC ഇൻഹിബിറ്റേഴ്സ് പിന്നെ ഗ്രോത്ത് റിട്ടാർഡേഷൻ, ചിലപ്പോൾ കുഞ്ഞിനെ തന്നെ നഷ്ടപ്പെടാം, ഫീറ്റൽ ലോസ് ഉണ്ടാക്കാം. ഓക്കെ, ഫീറ്റൽ ലോസ്, ഹൈപ്പോപ്ലാഷ്യ ഓഫ് ഓർഗൻസ്. നെക്സ്റ്റ് വരുന്നത് ലിഥിയം. ലിഥിയത്തിന്റെ കേസ് വരുമ്പോൾ ഫീറ്റൽ ഗോയിറ്റർ ഉണ്ടാക്കും ലിഥിയം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കാർഡിയാക് ഡിഫക്ട്സും ഒക്കെ ഉണ്ടാക്കും. പിന്നെ ആന്റി തൈറോയിഡ് ഡ്രഗ്സിന്റെ കേസ് വരുമ്പോഴത്തേക്കും വരുന്നത് ഹൈപ്പോതൈറോയിഡിസം, ഫീറ്റൽ ഗോയിറ്ററും. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇൻഡോമെഥാസിൻ അല്ലെങ്കിൽ ആസ്പിരിൻ അല്ലെങ്കിൽ NSAIDsന്റെ കേസ് വരുമ്പോഴത്തേക്കും പ്രിമച്വർ ക്ലോഷർ ഓഫ് ഡക്ടസ് ആർട്ടീരിയോസിസ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഐസോട്രെറ്റിനോയിൻ ആണെന്നുണ്ടെങ്കിൽ CNS ഡിഫക്ട്സ്, അതുപോലെ തന്നെ ഹാർട്ട് ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാക്കും. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ ഹ്യൂമൻ ടെറാറ്റോജനിക് എഫക്ട്സിൽ. ഇനി നമ്മൾ ഡ്രഗ്സിനെ പ്രഗ്നൻസിയിൽ 5 കാറ്റഗറീസ് ആയിട്ടാണ് പ്രഗ്നൻസിയിലെ എഫക്റ്റിന്
ഡ്രഗ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. FDA-യുടെ 5 കാറ്റഗറീസ് ഉണ്ട്. കാറ്റഗറി A, B, C, D, X അങ്ങനെ 5 കാറ്റഗറീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ ഡ്രഗ്സിനെ നമ്മൾ പറയും സേഫ് ആണ് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ അല്ലാതെ ഓരോ ഡ്രഗും കാറ്റഗറി എയിലാണ്, എക്സിലാണ്, ഡിയിലാണ്, ഇങ്ങനെയാണ് നമുക്ക് ശരിക്കും ഡ്രഗ്സിന്റെ പ്രഗ്നൻസി ആയിട്ട് റിലേറ്റ് ചെയ്ത് ഡ്രഗ്സിനെ നമുക്ക് പറയാനുള്ളത്. അപ്പൊ അത് ഏതൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കാറ്റഗറി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് ആണ്. ഹ്യൂമൻസിൽ സ്റ്റഡി നടത്തിയപ്പോൾ എന്താണ്, റിസ്ക് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് വോട്ട് ബി വോട്ട് സേഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് കാറ്റഗറി എ ആണ്. അപ്പോൾ അത് ലിവോതൈറോക്സിൻ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ലിവോതൈറോക്സിൻ. ഓക്കെ, കാറ്റഗറി എ ഡ്രഗ് ആണ്. ഇനി കാറ്റഗറി ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹ്യൂമൻസിൽ സ്റ്റഡീസ് നടത്തിയിട്ടില്ല, പക്ഷേ അനിമൽസിൽ സ്റ്റഡീസ് നടത്തിയപ്പോൾ റിസ്ക് ഒന്നുമില്ല. ഓക്കെ, ഹ്യൂമൻസിൽ സ്റ്റഡി നടത്തിയിട്ടില്ല, പക്ഷേ അനിമൽസിൽ സ്റ്റഡി നടത്തിയപ്പോൾ റിസ്ക് ഒന്നും ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ നേരെ തിരിച്ച്, ഹ്യൂമൻസിൽ സ്റ്റഡി നടത്തിയപ്പോൾ റിസ്ക് ഇല്ല, പക്ഷെ അനിമൽസിൽ സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കാറ്റഗറി ബിയിൽ വരുന്നതാണ് നമ്മുടെ പാരസെറ്റമോളും അമോക്സിസിലിനും ഒക്കെ കാറ്റഗറി ബി ഡ്രഗ്സ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് കാറ്റഗറി സി. കാറ്റഗറി സി എന്ന് പറയുമ്പോൾ എന്താണ്, ഹ്യൂമൻസിൽ സ്റ്റഡീസ് ക്യാരി ഔട്ട് ചെയ്തിട്ടില്ല, പക്ഷേ അനിമൽസിൽ സ്റ്റഡി ക്യാരി ഔട്ട് ചെയ്തപ്പോൾ അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ച ഡ്രഗ്സ്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രഗ്സ് നമുക്ക് കാറ്റഗറി സിയിലാണ് വരുന്നത്. ഓക്കെ, കാറ്റഗറി സി എന്ന് പറയുമ്പോൾ എന്താണ്, ഹ്യൂമൻസിൽ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടില്ല, പക്ഷേ അനിമൽ സ്റ്റഡീസിൽ എന്തുണ്ട്, അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ട് എന്ന് തെളിഞ്ഞിട്ടുള്ള ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിൽ കാറ്റഗറി സിയിൽ വരും. ഇനി കാറ്റഗറി ഡി എന്ന് പറയുമ്പോൾ എന്താണ്, ഹ്യൂമൻസിൽ സ്റ്റഡി നടത്തിയപ്പോൾ റിസ്ക് ഉണ്ട്, പക്ഷേ നമുക്ക് അമ്മയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സ് ആണ് കാറ്റഗറി ഡിയിൽ വരുന്നത്. അതായത് ഇപ്പോൾ ആന്റി കൺവൾസൻ ഡ്രഗ്സ്, നമ്മൾ ഫെനിട്രിൻ, വാൽപ്രോയിറ്റ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ, വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ അതെല്ലാം വരുന്നത് കാറ്റഗറി ഡിയിലാണ്. അതായത് ഹ്യൂമൻ റിസ്ക് ഉണ്ട്, പക്ഷേ നമുക്ക് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട്, നമുക്ക് അമ്മയുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കാറ്റഗറി എക്സ്. കാറ്റഗറി എക്സ് പറയുന്നത് എന്താണ്, അനിമൽ സ്റ്റഡീസിലും ഹ്യൂമൻ സ്റ്റഡീസിലും കണ്ടുപിടിച്ചത് എന്താണ്, ആ ഫീറ്റസിന് വളരെയധികം അബ്നോർമാലിറ്റീസ് ഉണ്ടാകും, അതുകൊണ്ട് ഇനി എന്ത് തന്നെ ആയിരുന്നാലും കുഞ്ഞിനത് ഉപയോഗിക്കാൻ, പ്രഗ്നന്റ് ലേഡി അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള കാറ്റഗറി, അതായത് നമ്മുടെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത് കാറ്റഗറി എക്സ് ഡ്രഗ്സ് ആണ്. ഓക്കെ, സോ ദീസ് ആർ ഫൗണ്ട് ടു ബി ദ കാറ്റഗറീസ് ഓഫ് ഡ്രഗ്സ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്. കാറ്റഗറി എക്ക് എക്സാമ്പിൾ നമുക്ക് പറയാം തൈറോക്സിൻ. കാറ്റഗറി ബി ആണെങ്കിൽ പാരസെറ്റമോൾ, അമോക്സിസിലിൻ. കാറ്റഗറി സിക്ക് സ്പൈറനോലാക്ടോൺ, പിന്നെ അതുപോലെ തന്നെ ഡെൽറ്റിയാസം. കാറ്റഗറി ഡി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആന്റി കൺവൾസൻ ഡ്രഗ്സ്. കാറ്റഗറി എക്സിന് നമുക്കൊരു എക്സാമ്പിൾ ആണ് വാർഫാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടി വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എന്താന്നുള്ളതും കൂടിയിട്ട് ഒന്ന് പറയാം. എല്ലാ ഡ്രഗ്സിനെയും നമ്മൾ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ശരിക്കും പ്രഗ്നൻസിയിൽ എഫക്റ്റീവായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ അത് ഏത് കാറ്റഗറിയാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ കാറ്റഗറി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് കാറ്റഗറി എ. ദാറ്റ് ഇസ് വെൽ കൺട്രോൾഡ് സ്റ്റഡീസ് ഇൻ ഹ്യൂമൻസ് ഷോസ് നോ റിസ്ക് ടു ദ ഫീറ്റസ്. ഓക്കെ, സോ നോ റിസ്ക് ടു ദ ഫീറ്റസ്. ഓക്കെ, ഇനി കാറ്റഗറി ബി എന്ന് പറയുമ്പോൾ എന്താണ്, കാറ്റഗറി ബി എന്ന് പറയുമ്പോൾ അനിമൽ സ്റ്റഡീസ് നടത്തിയപ്പോൾ സേഫ് ആണ്, പക്ഷേ ഹ്യൂമൻസിൽ സ്റ്റഡീസ് നടത്തിയിട്ടില്ല. കാറ്റഗറി സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അനിമൽസിൽ നടത്തിയപ്പോൾ എന്താണ്, അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഹ്യൂമൻസിൽ സ്റ്റഡീസ് ക്യാരി ഔട്ട് ചെയ്തിട്ടില്ല. ഇനി കാറ്റഗറി ഡി ആണെങ്കിൽ എന്താണ്, ഹ്യൂമൻസിൽ നടത്തിയപ്പോൾ തന്നെ അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടെന്നുള്ളത് അറിഞ്ഞു, പക്ഷേ നമുക്ക് പൊട്ടൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് കാറ്റഗറി ഡി. ഇനി കാറ്റഗറി കാറ്റഗറി എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, പിന്നെ ഫീറ്റസിന് ഒരുപാട് തന്നെ അബ്നോർമാലിറ്റീസ് ഉണ്ടാക്കുന്ന കേസാണ്. സോ അതുകൊണ്ട് അത് യൂസ് ചെയ്യാനേ പാടില്ല, കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ നമുക്ക് 5 ക്ലാസ് ആയിട്ട് അല്ലെങ്കിൽ 5 കാറ്റഗറി ആയിട്ടാണ് പ്രഗ്നൻസി ആയിട്ട് റിലേറ്റ് ചെയ്ത ഡ്രഗ്സിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്.